വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 2-ന്റെ രണ്ടാമത്തെ പാർട്ടും അതിന് മുമ്പ് ഒന്നാമത്തെ പാർട്ടും നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഈ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രീമെൻ. അപ്പോൾ ആരുടെയാണ് നമുക്കറിയാം, ഈ പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഷേക്സ്പിയറിന്റെ ഡയലോഗാണ്. ഷേക്സ്പിയർ എഴുതിയ നാടകത്തിലെ ഡയലോഗാണ്. ആര് പറഞ്ഞതാകും? മാർക്ക് ആന്റണി എന്ന് പറയുന്ന ആള്, നമ്മുടെ ജൂലിയസ് സീസറിന്റെ സഹചാരിയും പടത്തലവനൊക്കെ ആയിട്ടുള്ള തന്റെ ഏറ്റവും ബോസം ഫ്രണ്ട് ആയിട്ടുള്ള ആളാണ് ആര്? മാർക്ക് ആന്റണി നടത്തിയ സ്പീച്ചാണ്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രീമാൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാലേ ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് തവണ നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ ഉള്ളതാണ് അല്ലേ. അതിൻ്റെ നമ്മൾ പറയുന്ന ബ്രൂട്ടസ് അല്ലെ, ആ പറയുന്ന ജൂലിയസ് സീസറിനാണ് യൂട്യൂബ് ബ്രൂട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ബ്രൂട്ടസ് എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗൊക്കെ ഉള്ള അല്ലേ. അപ്പം ആ പറയുന്ന ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് പഠിക്കാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന അതാണ്. അപ്പൊ അറിയാം, നമ്മുടെ ഈ പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയിരുന്നു അല്ലെ. ഇൻ ദ ആറ്റിക്കും ആൻഡ് ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സും നമ്മൾ എന്ത് ചെയ്യാണ് നോക്കിയതാണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന 2 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു പാഠമാണ് നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രീമെൻ. മാർക്ക് ആന്റണിയുടെ ആദ്യത്തെ സ്പീച്ച്, അതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മാർക്ക് ആന്റണിയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ജൂലിയസ് സീസറിനെ കുറിച്ച് അറിയാം. ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകമാണ്, ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്, ഒരു ട്രാജഡിയാണ്. നമ്മുടെ ജൂലിയസ് സീസർ എന്ന് പറയുന്നത് ട്രാജഡിയാണ്. ആരെഴുതിയതാണെന്ന് അറിയാലോ? വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഡ്രാമറ്റിസ്റ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജൂലിയസ് സീസറിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഓർത്തിരിക്കുക, നോക്കുക. അപ്പൊ നമ്മൾ അതിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രീമെൻ ബൈ വില്യം ഷേക്സ്പിയർ. തൊട്ട് താഴെയായിട്ട് അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, കണ്ടോടെ. അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡിയെ ചൂണ്ടിക്കാണിച്ച ഒരാൾ ഒരു പബ്ലിക്കിനെ, ഒരു മോബിനെ, ഒരു മാസിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നു. ആ പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പിക്ചറാണ്. ഓക്കെ, അപ്പൊ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മാർക്ക് ആന്റണി എന്ത് ചെയ്യാണ്, തന്റെ സുഹൃത്തായിട്ടുള്ള ജൂലിയസ് സീസറിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് പൾപ്പിച്ചായി പറയുന്ന കണക്ക് ആ പറയുന്ന പബ്ലിക് സ്ക്വയറിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ആ ബോഡി വെച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കഥ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്യുമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ജൂലിയസ് സീസറിൽ എന്ത് ചെയ്യപ്പെടുന്നതാണ്, കൊല്ലപ്പെടുന്നുണ്ട്, സ്റ്റാബ് ചെയ്യപ്പെടുന്നു. ജൂലിയസ് സീസറിന്റെ ഈ പറയുന്ന മിനിസ്റ്റേഴ്സിനാലും സുഹൃത്തുക്കളാലും ജൂലിയസ് സീസർ എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു. അത് കൊല്ലുന്നതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ബ്രൂട്ടസ്, മറ്റൊന്ന് കാസ്കോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, സിന്ന. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരാൽ പുള്ളിക്കാരൻ മരണപ്പെടുന്നു. അപ്പോൾ മരിക്കുമ്പോൾ ആൾക്കാരെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ബ്രൂട്ടസ് പറയും, നിങ്ങൾക്ക് വേണ്ടി ഗ്രീക്കിലെ അല്ലെങ്കിൽ ഗ്രീസിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റോമിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ആളെ കൊന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ആൾക്കാർ ഇത് കേട്ട് കൺവിൻസ്ഡ് ആവുകയാണ്. അപ്പോൾ ആൾക്കാർ ഇത് കേട്ട് കൺവിൻസ്ഡ് ആവുന്ന സമയത്ത് അതിനെ എതിരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ജൂലിയസ് സീസർ അങ്ങനെ ഉള്ള ഒരാളല്ല, നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ദ്രോഹിക്കുന്ന ഒരാളല്ല അയാൾ. ഈ പറയുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അതിനാൽ മരണപ്പെട്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ പറയുകയും ആൾക്കാരെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പീച്ചാണ് മാർക്ക് ആന്റണി. എന്ന് വെച്ചാൽ പറയുന്ന മാർക്ക് ആന്റണിയുടെ സ്പീച്ച് എന്ന് പറയുന്നത് അത്രയും ഇതാണ്. കാര്യം ജൂലിയസ് ഒരു കാലത്ത് ഇഷ്ടപ്പെടുന്ന ജൂലിയസ് സീസറിനെതിരെ മറ്റൊരാൾ ചെയ്തപ്പോൾ ആ ബ്രൂട്ടസിന്റെ കൂടെ നിൽക്കുകയും അവസാനം ഈ പറയുന്ന മാർക്ക് ആന്റണി സ്പീച്ചിൽ എന്ത് ചെയ്യാണ്, ബ്രൂട്ടസും ബ്രൂട്ടസിന്റെ കൂട്ടാളികളും ചെയ്ത തെറ്റ് എന്താണെന്ന് ആൾക്കാർക്ക് ബോധ്യമാവുകയും അവർക്കെതിരെ തിരിയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജൂലിയസ് സീസറിന്റെ നന്മ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്പീച്ചാണ് ഇവിടെ മാർക്ക് ആന്റണി നടത്തുന്നത്. വേർഡ്സിലൂടെ ആൾക്കാരെ എങ്ങനെ കയ്യിലെടുക്കാം, അല്ലെങ്കിൽ ആ രീതി എങ്ങനെ അവരെ എന്ത് ചെയ്യാം, കൂടെ നിർത്താമെന്നുള്ള രീതിയിലുള്ളൊരു അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സ്പീച്ചാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന്റെ ഓതർ ആരാണ് നമ്മൾ പറയാം, വില്യം ഷേക്സ്പിയർ ആണ്. നോക്കാം, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ദ ഓതർ ആണ് വില്യം ഷേക്സ്പിയർ. വാസ് ബോൺ ഇൻ 1564 and died in 1616. And he was born in Stratford upon Avon, England. ഇംഗ്ലണ്ടിലെ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിലാണ് പുള്ളിക്കാരൻ ജനിക്കുന്നത്. ഹി വാസ് എ പോയറ്റ്, ഒരു പോയറ്റ് ആണ്, പ്ലേ റൈറ്റ്, ഒരു നാടകകൃത്താണ്, ആൻഡ് ആക്ടർ. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ബാഡ് ഓഫ് ഏവൺ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ്. ബാഡ് ഓഫ് ഏവൺ എന്നറിയപ്പെടുന്ന ആരാണ്, വില്യം ഷേക്സ്പിയർ ആണ്. And England's national poet, ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. His extant works consist of 38 plays, ഏകദേശം 38 നാടകങ്ങൾ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്. 154 സോണറ്റ്, 154 സോണറ്റ് പോയംസ് കണക്കുള്ളതാണ് സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ആൻഡ് 3 ലോങ് നറേറ്റീവ് പോയിന്റ്സ്, 3
വലിയ പോയംസ്, നറേറ്റീവ് പോയംസും പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 4 ട്രാജഡീസ് ആണ്. ഏതൊക്കെയാണ്? ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. അല്ലെ, കിങ് ലിയർ, മാക്ബത്ത്, ഒതല്ലോ ആൻഡ് ഹാംലെറ്റ് തുടങ്ങിയ നാടകങ്ങൾ അറിയപ്പെടുന്ന ട്രാജഡീസ്. ലോക ശ്രദ്ധ ആകർഷിച്ച ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള, ഒരുപാട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാടകങ്ങളാണ് ഹാംലെറ്റും ഒതല്ലോയും കിങ് ലിയറും അതുപോലെ ഈ പറയുന്ന മാക്ബത്തും എല്ലാം. ആക്ച്വലി ഈ പറയുന്ന കണക്ക് ജൂലിയസ് സീസറും ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. അതാണ് കേട്ടോ. ഹാംലെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ്, ഒരു ട്രാജഡിയാണ്. പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ട്രാജിക് ഫ്ലോ ഒക്കെ ഉള്ള ഒരു നാടകമാണ്. അത് പോട്ടെ, പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിന്റെ ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എഴുതിയിരിക്കുന്നത് നമ്മുടെ വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറിന്റെ ഒരു ബയോഗ്രഫിയാണ് നമ്മളിവിടെ നോക്കിയത്, പ്രൊഫൈലാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ അത് വായിച്ചു നോക്കുക. ദെൻ തൊട്ട് മുമ്പായി നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു വരി ആ പറയുന്ന തൊട്ട് മുകളിൽ കൊടുത്തേക്കുന്നതാണ്, അത് ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. നോക്കുക. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs who rule Rome. He is assassinated in the Capitol by a band of conspirators led by his bosom friend Brutus. അപ്പം വില്യം ഷേക്സ്പിയർസ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ. അപ്പോൾ വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേ ആയിട്ടുള്ള ജൂലിയസ് സീസർ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങുന്നത് എങ്ങനെയാണ്? സീസർ ഈസ് വൺ ഓഫ് ദ ട്രയംവിയേഴ്സ് ഹു റൂൾ റോം. ഈ പറയുന്ന റോം ഭരിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തിയായ ഭരണം കാഴ്ചവെച്ച ഒരു ശക്തനായ ഒരു ഭരണാധികാരിയാണ് ആര്? നമ്മുടെ ഈ പറയുന്ന ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. He is assassinated in the Capitol by a band of conspirators. അല്ലെ, ക്യാപിറ്റോളിൽ വെച്ച്, അതിന്റെ രാജസന്നിധിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം കോൺസ്പിറേറ്റേഴ്സ്, ഈ പറയുന്ന ഗൂഢാലോചന നടത്തിയ ഈ പറയുന്ന ഗൂഢാലോചന നടത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ചതിയന്മാരാൽ എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു പുള്ളിക്കാരൻ. ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. തന്റെ ഉറ്റ സുഹൃത്തായ ബ്രൂട്ടസ് നയിച്ച കോൺസ്പിറേറ്റേഴ്സ് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരനെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ബ്രൂട്ടസിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആരെ കൊല്ലുകയാണ്? ജൂലിയസ് സീസറിനെ കൊന്നതിന് ശേഷം ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട് but effective speech that appears to convince the Roman citizens. അല്ലെ, റോമാ സാമ്രാജ്യത്തിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായി അതിനുശേഷം ഒരു സ്പീച്ച് നടത്തുന്നു. ബ്രൂട്ടസ് ഒരു സ്പീച്ച് നടത്തുന്നു. Caesar's friend seeks Brutus permission to render a funeral eulogy or speech to Caesar. ബ്രൂട്ടസ് എഗ്രീസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രൂട്ടസ് ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്യുന്നു? കൊന്നതിന് ശേഷം എന്തിനാണ് കൊന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്തിനാണ് കൊന്നത് എന്നുള്ളതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ റോമൻ സിറ്റിസൺസിന് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഈ പറയുന്ന സീസറിന്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മറ്റൊരാളാണ് മാർക്ക് ആന്റണി എന്ത് ചെയ്യുന്നു? ഒരു ഫ്യൂണറൽ സ്പീച്ച് നടത്തണം എന്ന രീതിയിൽ അയാൾ പറയുകയും അതിനെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബ്രൂട്ടസ് അതിനെ എഗ്രി ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം മാർക്ക് ആന്റണി എന്ത് ചെയ്യുന്നു? അവിടെ വരുന്നു. ആന്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻ ഓഫ് ദ ക്രൗഡ്. അല്ലെ, ഈ പറയുന്ന നമ്മുടെ മാർക്ക് ആന്റണിയുടെ ഈ സ്പീച്ച്, അല്ലെ, മാർക്ക് ആന്റണി ഞാൻ പറഞ്ഞോളെ, മാർക്ക് ആന്റണി ബ്രൂട്ടസിന് ശേഷം സ്പീച്ച് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഫ്യൂണറൽ സ്പീച്ച് ചെയ്തോട്ടെ എന്ന് ആരോട് ചോദിക്കുകയാണ്? ബ്രൂട്ടസിനോട് ചോദിക്കുകയാണ്. ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നു? അതിനെ എഗ്രി ചെയ്യുകയും ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നു? പറഞ്ഞോളാനായിട്ട് പറയുകയും ചെയ്തു. അല്ലെ, മാർക്ക് ആന്റണി എന്ത് ചെയ്യാണ്? അപ്പൊ ഈ പറയുന്ന ഫ്യൂണറൽ നമ്മുടെ ഈ പറയുന്ന ആരുടെ? ജൂലിയസ് സീസറിന്റെ ബോഡി ഈ പറയുന്ന പബ്ലിക് സ്പേസിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? ബ്രൂട്ടസ് പറയുന്ന അതിനെതിരെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ രീതിയിൽ, അല്ലെങ്കിൽ ബ്രൂട്ടസ് റോമൻ സിറ്റിസനെ ചേഞ്ച് ചെയ്ത രീതിയിൽ ഇയാൾ തിരിച്ചെന്ത് ചെയ്യാൻ നോക്കുകയാണ്? തിരിച്ച് അവർക്ക് അല്ലെങ്കിൽ പറഞ്ഞ ബ്രൂട്ടസിനെതിരെ തിരിക്കാനായി അവർ എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണ്. അപ്പൊ നോക്കാം. ആൻഡ് ആന്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻ ഓഫ് ദ ക്രൗഡ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ മാസ്റ്റർ ആയിട്ടുള്ള ഒരു നല്ല കഴിവുള്ള ഒരാളാണ്. നല്ലപോലെ സംസാരിച്ച ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ആര്? ഒരു കൺവിൻസിങ് സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ, പുള്ളിക്കാരൻ അന്നത്തെ മാർക്കാരൻ എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ എന്ത് ചെയ്യാണ്? ആ സ്പീച്ച് അവിടെ നടത്തുകയാണ്. He persuades them to believe that Brutus and the conspirators had selfish motives and the crowd wants to avenge Caesar's murder. അല്ലെ, അപ്പൊ അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്താണ്? ബ്രൂട്ടസിന്റെ കൂടെയുള്ള കോൺസ്പിറേറ്റേഴ്സിന് എന്തുണ്ട്? They had the selfish motives. അല്ലെ, അവർക്ക് അവരുടേതായ സുഹൃത്തമായ താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. And the crowd wants to avenge Caesar's murder. അതുകൊണ്ട് അത് കേട്ട് അതിനുശേഷം ആ ക്രൗഡ് അല്ലെങ്കിൽ പറയുന്ന റോമൻ സിറ്റിസൺസിന് എന്ത് തോന്നുകയാണ്? ആർക്കെതിരെ തിരിയണം? ഈ പറയുന്ന ബ്രൂട്ടസിനെതിരെ എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യാണ്? അവിടെ ഉണ്ടാവുകയാണ്. He is an excerpt from the Antony's oration, the first part of the speech, during which the mob have begun to change their minds. അല്ലെ, അപ്പൊ ഒന്നാമത്തെ പാർട്ട്, ഈ പറയുന്ന ഇതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ബ്രൂട്ടസിന്റെ അല്ലെങ്കിൽ ബ്രൂട്ടസിനെതിരെ സംസാരിക്കുന്ന മാർക്ക് ആന്റണിയുടെ ഒന്നാമത്തെ സ്പീച്ച്, ഒന്നാമത്തെ പാർട്ട്. ഒരുപാട് അതിനുശേഷം ഈ പറയുന്ന ഈ സ്പീച്ചിന് ശേഷം വേറെ പാർട്ടുകളുണ്ട്. സോ ഇവിടെ എന്താണ്? അതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം.
അതിന് മുമ്പായിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പറഞ്ഞു തന്നെ, എന്നാലും ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരികയാണ്. ആരാണ് ജൂലിയസ് സീസർ എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കുന്നത്. നോക്കാം. ജൂലിയസ് സീസർ വാസ് എ റോമൻ ജനറൽ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ഹു ഡിക്ലെയർഡ് ഹിംസെൽഫ് ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്, അല്ലേ? അപ്പോൾ സ്വയം ഡിക്റ്റേറ്റർ ആണെന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ച എന്താണ് ഭരണാധികാരി, അല്ലെങ്കിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ ആ കിങ് ടൈപ്പ് ഒരു സ്റ്റേറ്റ്മാൻ ആണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ജൂലിയസ് സീസർ. ഹിസ് ഗ്രോയിങ് പവർ worried many senators including Brutus and Cassius who conspired to assassinate him, believing they were saving the Roman Republic from tyranny, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഈ പറയുന്ന കണക്ക് റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് ആര് മാറുകയാണ്, നമ്മുടെ ഈ പറയുന്ന ജൂലിയസ് സീസർ മാറുകയും, ആ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അത് അങ്ങനെ ആയി മാറുമ്പോൾ, അല്ലെങ്കിൽ ജനപിന്തുണയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അല്ലേ, കൂടെ നിൽക്കുന്ന ചില ആൾക്കാർക്കൊക്കെ ഇത് തോന്നുമ്പോൾ അതിൽ തോന്നി, അല്ലേ, ഒരു ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു വെറി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പറയുന്ന പവർ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വെർനെസ് ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ബ്രൂട്ടസും കാസിയസ് തുടങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആർക്കെതിരെ തിരിയാണ്, നമ്മുടെ ജൂലിയസ് സീസറിനെതിരെ തിരിയാണ്. ഒരു ചതിവിലൂടെ പുള്ളിക്കാരനെ കൊല്ലാം എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്, അവർ തീരുമാനിക്കുകയാണ്. After Caesar's murder, Mark Antony, a loyal friend of Caesar, gives the funeral speech. എന്ത് ചെയ്യുന്നു, അതിനുശേഷം സീസറിന്റെ ലോയൽ ഫ്രണ്ട്, ഈ പറയുന്ന നമ്മുടെ ബ്രൂട്ടസും ആരുടെ ബോസം ഫ്രണ്ട് ആണ്, ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ ബോസം ഫ്രണ്ട് ആണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കൊലപാതകത്തിന് ശേഷം എന്ത് ചെയ്യാണ്, ആഫ്റ്റർ സീസർസ് മർഡർ, മാർക്ക് ആന്റണി ആൻഡ് ദ ലോയൽ ഫ്രണ്ട് ഓഫ് സീസർ ഗിവ്സ് ദ ഫ്യൂണറൽ സ്പീച്ച്. നമ്മൾ പറഞ്ഞ ഫ്യൂണറൽ സ്പീച്ച് എന്ത് ചെയ്യുന്നു, മാർക്ക് ആന്റണി നടത്തുകയാണ്. Though Antony pretends to agree with the Brutus and the conspirators, he cleverly turns public opinion against them using rhetoric, irony and emotion. അല്ലെ, വളരെ നല്ല രീതിയിൽ ഐറോണിക്കൽ ആയിട്ടുള്ള സ്പീച്ചാണ്, അല്ലെ? എല്ലാവരെയും മീൻസ് ആദ്യമേ ഈ സീസറിന്റെ കൂടെ സംസാരിക്കാൻ, അല്ലെങ്കിൽ സീസറിന്റെ ഫ്യൂണറൽ സ്പീച്ച് നടത്താനായി അനുവാദം ചോദിക്കുമ്പോൾ ബ്രൂട്ടസ് ഒക്കെ പറയുന്നുണ്ട്, നമുക്കെതിരെ മീൻസ് ബ്രൂട്ടസിനും കാസിയസ് കോൺസ്പിറേറ്റേഴ്സ് ആയിട്ടുള്ള അവർക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് നിനക്ക് ഫ്യൂണറൽ സ്പീച്ച് നടത്താം, നമ്മളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പറയാനോ മെൻഷൻ ചെയ്യാനോ പാടില്ല, നമ്മൾ ഏത് രീതിയിലുള്ള നമ്മളാണ് ചെയ്തതെന്നുള്ള രീതിയിലോ ഒന്നും മെൻഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിൽ വെച്ചാൽ നമ്മളൊരു ആക്ഷേപഹാസ്യം, ഒരു ട്രോള് പോലുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ മാർക്ക് ആന്റണി സ്പീച്ച് നടത്തിയത്. അപ്പോൾ നോക്കുക, സ്പീച്ച് ടേക്സ് പ്ലേസ് അറ്റ് ദ സീസേഴ്സ് ഫ്യൂണറൽ ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് അസാസിനേഷൻ. സ്പീച്ച് നടക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്, അസാസിനേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്പീച്ച് ആര് നടത്തുന്നത്, മാർക്ക് ആന്റണി നടത്തുന്നത്. അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പോയൊക്കെ എടുത്ത പോലെ ഓരോന്നിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നമ്മൾ ഇതും നോക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കുക, പുസ്തകം നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ആന്റണീസ് സ്പീച്ച്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെറ്റ് മീ യുവർ യേഴ്സ്. I come to bury Caesar, not to praise him. അപ്പോൾ ആദ്യമേ തന്നെ തുടങ്ങുകയാണ്, ആദ്യമേ സല്യൂട്ടേഷൻ ആണല്ലേ. നമ്മൾ സ്പീച്ച് നടത്തുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും, ഒരു സല്യൂട്ടേഷൻ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇതൊരു കവിത രൂപേണയാണ് എഴുതിയിരിക്കുന്നത്. ഷേക്സ്പിയറിയൻ നാടകങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു കവിത പോലെ, അല്ലേ, ഒരു ലിറ്റററി ഡിവൈസസും കാര്യങ്ങളും വരുന്ന രീതിയിൽ ഒരു കവിത പോലെ താളത്തോടു കൂടിയുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ഈ പറയുന്ന ഡയലോഗ്സ് ഉള്ളത്. നമുക്കിത് വായിക്കുമ്പോൾ ഒരു ഇതായിട്ട് തോന്നില്ല, കാര്യം ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓൾഡ് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുക അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെറ്റ് മീ യുവർ യേഴ്സ്. ഐ കം ടു bury Caesar, not to praise him. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാണ്. നോക്കാം. ആന്റണി അഡ്രസ്സസ് ദ ക്രൗഡ്. ആന്റണി എന്ത് ചെയ്യാണ്, ആ പറയുന്ന ക്രൗഡിനെ അഡ്രസ് ചെയ്യാണ്. വാംലി ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സിറ്റിസൺ പറയാണല്ലേ, ആ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് വിശ്വസിക്കും. ആൻഡ് ആസ്കിംഗ് ദം ടു ലിസൺ അറ്റന്റീവ്ലി. എല്ലാവരും ശ്രദ്ധയോടെ. ആൻഡ് ലെൻഡ് മീ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ ചെവി എനിക്ക് കടം തരുമോ എന്നാണ്. മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. He says he was come not to glorify Caesar. ഞാനിവിടെ വന്നിരിക്കുന്നത് ആരെ പൊക്കി പറയാൻ, അല്ലെങ്കിൽ ആരെ പുകഴ്ത്തി പറയാനല്ല, ആരുടെ ഗ്ലോറീസ് പറയാനല്ല, സീസറിന്റെ ഗ്ലോറീസ് പറയാനില്ല. ബട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, only to perform the customary funeral rites. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സീസറിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അവസാനമായ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ, അദ്ദേഹത്തിന്റെ സ്പീച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ആര് പറയാണ്, ഈ പറയുന്ന മാർക്ക് ആന്റണി പറയാണ്. അപ്പൊ പറഞ്ഞു, ആദ്യമേ പറയാണ്, ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഐ കം ടു bury Caesar, not to praise him. ഞാനിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ എന്ത് ചെയ്യാനല്ല, വാഴ്ത്തിപ്പാടാനല്ല, അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ, ഫ്യൂണറൽ റൈറ്റ്സ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് ആദ്യത്തെ രണ്ട് വരികളിൽ പറയാം. The evil that men do lives after them, the good is oft interred with their bond, so let it be with Caesar. നോക്കാം, വീണ്ടും അതിന്റെ അടുത്ത രണ്ട് വരികൾ പറയാണ്. People often remember the bad deeds of a person even after they die. അപ്പോൾ എപ്പോഴും സാധാരണ, അല്ലേ, ഒരാൾ മരിക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്ന അയാളുടെ എന്താണ്
റിമെമ്പർ ദ ബാഡ് ഡീഡ്സ് ഓഫ് എ പേഴ്സൺ ഈവൻ ആഫ്റ്റർ ദേ ഡൈ അല്ലെ. അപ്പൊ എപ്പോഴും ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ മരിച്ചതിന് ശേഷം ചിന്തിക്കുന്ന അയാൾ ചെയ്ത എന്താണ് ഈവൻ ഈ പറയുന്ന കണക്കുള്ള എന്താണ് ബാഡ് ഡീഡ്സിനെ കുറിച്ചാണ്, ചെയ്തികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തികൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെ, മോശമായ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നു. വെൽ ദെയർ ഗുഡ് ഡീഡ്സ് ആർ ഫോർഗറ്റൻ ബുറീഡ് വിത്ത് ദെയർ ബോഡീസ് അല്ലെ, അവരുടെ നല്ല ചെയ്തികളെല്ലാം അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളെല്ലാം അവരെന്താണ് അവരോടൊപ്പം മണ്ണിനടിയിലായി പോകും. എന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ അവരുടെ നല്ല പ്രവൃത്തികളെല്ലാം പോവുകയും മോശപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന ആൾക്കാർ ഓർക്കുകയും ചെയ്യുന്നു എന്ന് ആര് പറയുകയാണ്? നമ്മുടെ മാർക്കാൻഡ് ഇവിടെ പറയുന്നു. ആന്റണി ഇംപ്ലൈസ് ദാറ്റ് സീസേഴ്സ് ഗുഡ് ഹാസ് ബീൻ അൺജസ്റ്റ്ലി ഫോർഗട്ടൻ. അതുപോലെയാണ് ആരുടെ കാര്യവും സീസറിന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പറയാണ്, ആദ്യം പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തല്ല സീസറിനെ വാഴ്ത്താനല്ല പുകഴ്ത്താനല്ല, അദ്ദേഹത്തിന്റെ മരണകർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറയുന്നു. രണ്ടാമത്തെ സെന്റൻസുകൾ, രണ്ടാമത്തെ വരികളിൽ, മുന്നോട്ടുള്ള വരികളിൽ പറയുന്നു എന്താണ്? ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദം അല്ലെ, ഇവിൾ ആയിട്ടുള്ള തിങ്സ്, ബാഡ് ആയിട്ടുള്ള തിങ്സ് എപ്പോഴും ആ മനുഷ്യൻ മരിച്ചാലും എല്ലാവരും എന്ത് ചെയ്യും? ഓർക്കും. ദ ഗുഡ് ഈസ് ഓഫൻ ഇന്റേർഡ് ഇൻ ദെയർ ബോൺസ്. പക്ഷേ ബാക്കിയുള്ള നല്ല പ്രവൃത്തികളെല്ലാം അവരോടൊപ്പം തന്നെ അവരുടെ ആ ശവക്കല്ലറയിൽ അല്ലെങ്കിൽ അവരുടെ കുഴിമാടത്തിലായി പോകും, അല്ലെങ്കിൽ അതോടൊപ്പം ചേരും, അല്ലെങ്കിൽ മണ്ണിനോട് ചേരും എന്ന് പറയുന്നു. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. ഇത് തന്നെയാണ് സീസറിന്റെ കാര്യത്തിൽ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, സംഭവിച്ചിരിക്കുന്നത് ആര് പറയാണ്? മാർക്ക് ആന്റണി പറയുക. നോക്ക, ദ നോബിൾ ബ്രൂട്ടസ് ഹാഡ് ടോൾഡ് യു സീസർ വാസ് അംബിഷ്യസ്. If it were so, it was a grievous fault, and grievously had Caesar answered it. പറയാണ്, വീണ്ടും പറയുന്നു, ബ്രൂട്ടസ് പറഞ്ഞു അല്ലെ, the noble ബ്രൂട്ടസ്, മാന്യനായ ജെന്റിലായ അല്ലെ മഹാനായ ബ്രൂട്ടസ് പറഞ്ഞു. എന്താ പറഞ്ഞത്? had told you Caesar was ambitious. ബ്രൂട്ടസ് പറഞ്ഞു സീസർ ആരാണ്? ഒരു അംബീഷ്യസ് മാൻ ആണ്, അത്യാഗ്രഹിയായിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു. who helped kill Caesar claimed he was ambitious അല്ലെ, ആരാണോ സീസറിനെ കൊന്നത് ആ ബ്രൂട്ടസ് പറയുകയാണ് ആരാണെന്ന്, സീസർ ഒരു അംബീഷ്യസ് മാൻ ആണെന്ന്. want too much power. അംബീഷ്യസ് ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന് ഒരുപാട് എന്താണ് പവർ വേണമെന്ന് അല്ലെ, ഒരുപാട് അധികാരത്തിൽ ഏറ്റവും കൂടുതൽ അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ് ആര്? ജൂലിയസ് സീസർ എന്നുള്ള രീതി ാണ് നമ്മുടെ ബ്രൂട്ടസ് പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മാർക്കാൻഡ് പറയാണ്. അപ്പോ പറയുന്നത് നോബൽ ബ്രൂട്ടസ് have told you Caesar was ambitious അല്ലെ, സീസർ അംബീഷ്യസ് ആണെന്ന് പറഞ്ഞു. ഇഫ് ഇറ്റ് were so, അങ്ങനെയാണെങ്കിൽ സീസർ അംബീഷ്യസ് ആണ്, അല്ലെങ്കിൽ ബ്രൂട്ടസ് പറഞ്ഞതുപോലെ ആ പവറിന് വേണ്ടി, രാജ്യാധികാരത്തിന് വേണ്ടി ഒരു അംബീഷ്യസ് ആയിട്ടുള്ള അത്യാഗ്രഹിയായിട്ടുള്ള മനുഷ്യനാണ് സീസർ എങ്കിൽ, ഇഫ് ഇറ്റ് were so, അത് അങ്ങനെയാണ് എങ്കിൽ, ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫാൾട്ട്, അത് ക്ഷമിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള, ഇറ്റ്സ് എ വെരി സീരിയസ് ക്രൈം, അതൊരു വലിയൊരു ക്രൈം തന്നെയാണ്, വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് ആന്റണി പറഞ്ഞു. ആൻഡ് ഗ്രീവിയസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. അപ്പോ എന്താണ് അത്? അതിന്റെ ഉത്തരം തന്നെയാണ് എന്ത്? അതിന്റെ പണിഷ്മെന്റ് എന്ത് തന്നെയായിരിക്കും? ഡെത്ത് തന്നെയായിരിക്കും. അതാണ് പറഞ്ഞത്, ഇഫ് സീസർ വാസ് ഇൻഡീഡ് അംബീഷ്യസ്, ബ്രൂട്ടസ് പറഞ്ഞ പോലെ സീസർ അംബീഷ്യസ് ആണ് എങ്കിൽ, then it was a serious crime. അതെന്ത് തന്നെയാണ്? വലിയൊരു സീരിയസ് ആയിട്ടുള്ള ക്രൈം തന്നെയാണ്. ആൻഡ് he was punished by death for it. അതിനെന്ത് തന്നെയാണ്? മരണം തന്നെയാണ് ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്ന് ആര് പറയുന്നു? നമ്മുടെ മാർക്ക് ആന്റണി പറയുന്നു. എന്ത്? നമ്മുടെ നോബൽ ബ്രൂട്ടസ് പറഞ്ഞ രീതിയിലാണെങ്കിൽ, he underleave the leave of Brutus and the rest for Brutus is an honorable man. So he underleave of Brutus and the rest for Brutus is an honorable man. So are they all honorable men? Come, I to speak in Caesar's funeral. നോക്ക, അപ്പൊ പറയുന്നു here ദാ ഇവിടെ under leave of Brutus and the rest, for Brutus is an honorable man. So are they all honorable men? Come, I to speak in Caesar's funeral. പറയുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കണേ. Antony says he is speaking with the permission from Brutus and the other conspirators, calling them honorable men. ദാ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ആരൊക്കെ പറഞ്ഞിട്ടാണ്? ആര് പെർമിഷൻ തന്നിട്ടാണ്? ഈ നോബൽ ബ്രൂട്ടസും, ഈ നോബലിനെ പോലെ അല്ലെങ്കിൽ ഈ ഓണറബിൾ ആയിട്ടുള്ള നോബൽ ബ്രൂട്ടസും, അതുപോലെ തന്നെ ഈ ഓണറബിൾ ആയ ആരും കോൺസ്പിറേറ്റേഴ്സ്, ഈ പറയുന്ന സീസറിനെ കൊന്ന ആൾക്കാരും അനുവാദം തന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. However, എന്നിരുന്നാലും his tone is sarcastic അല്ലെ, ഒരു സർക്കാസം പോലെയാണ് അല്ലെ. ഓണറബിൾ എന്ന് അവിടെ എന്ത് ചെയ്യുന്നു? സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് ആരെ കളിയാക്കുന്നതാണ്? ഈ കൊന്നവന്മാരെ അല്ലെ, വളരെ നീതിമാനായ ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച ഈ മനുഷ്യനെ, ഈ സീസറിനെ കൊന്ന അവരെല്ലാം ഓണറബിൾ ആണ് എന്നുള്ള രീതിയിൽ പരിഹസിച്ചുകൊണ്ട് സർക്കാസ്റ്റിക് രീതിയിലാണ് ആര് സംസാരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന മാർക്ക് ആന്റണി സംസാരിക്കുന്നത്. ആൻഡ് ഹൗ ഈസ് ഹിസ് ടോൺ ഈസ് സർക്കാസ്റ്റിക്, ഹി കീപ്സ് റിപ്പീറ്റിംഗ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് എന്താണ്? ബ്രൂട്ടസ് ഈസ് അൻ ഓണറബിൾ മാൻ ആൻഡ് ടു മേക്ക് ദ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ദെയർ ഓണർ. എന്താണ് അവരുടെ ബഹുമാനം അല്ലെങ്കിൽ അവരുടെ മഹത്വം എന്താണ് എന്നുള്ളതാണ്. മഹാനായ ആൾക്കാരാണ് എന്ന് പറയല്ലേ. അതെ, ബ്രൂട്ടസ് ഒരു മഹാനാണ്,
ബ്രൂട്ടസ് മാത്രമാണോ? സീസറിനെ കൊന്ന ഈ പറയുന്ന കോൺസ്പിറേറ്റേഴ്സ് എല്ലാവരും എന്താണ്? മഹാന്മാരാണ് എന്ന് പറയുന്നു. അപ്പോൾ ബ്രൂട്ടസ് 3 തവണ ആ പറയുന്ന വഴി ഓണറബിൾ അല്ലേ, ഓണറബിൾ എന്നുള്ള 2 തവണ ഓണറബിൾ എന്ന് പറയുന്ന രീതിയിൽ വാക്ക് വീണ്ടും 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 റെപ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു സർക്കാസമാണ്. ആ പറയുന്ന ഓണറബിൾ വീണ്ടും മഹാന്മാരാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിലൂടെ ആ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ കാണുന്ന സിറ്റിസൺസിന് ഇതെന്തുണ്ടാക്കണം? ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് അല്ലെ, ചോദ്യം ഉണ്ടാക്കുന്ന രീതിയിലാണ്. എന്തിന് സീസറിനെ അല്ലെങ്കിൽ സീസറിനെ കൊന്നു എന്നുള്ള ചോദ്യം, എന്തിന് അവര് മഹാന്മാരാണ് എന്ന് ആര് പറയുന്നു? ഈ പറയുന്ന മാർക്ക് ആന്റണി പറയുന്നു എന്നുള്ളതിനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. എന്തിനായിരിക്കും അങ്ങനെ പറയുന്നത്? ആ ഒരു ചോദ്യം ഉണ്ടാക്കാനായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഹി വാസ് മൈ ഫ്രണ്ട് പറയുന്നു, അദ്ദേഹം ഒരു സുഹൃത്താണ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ, ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. വീണ്ടും പറയുന്നു, ആന്റണി വീണ്ടും ഷെയർ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണലായ മെമ്മറി പറയുകയാണ്. സീസേഴ്സ് ഇസ് കൈൻഡ്നസ് ആൻഡ് ഫെയർനെസ് അല്ലെ, സീസറിന്റെ ദയ അതുപോലെ തന്നെ സീസറിന്റെ കരുണ അല്ലെങ്കിൽ സീസറിന്റെ പ്രവർത്തികൾ, നല്ല ക്വാളിറ്റീസിനെ കുറിച്ച് ആര് ഓർക്കുകയും പറയുകയും ചെയ്യാണ്? നമ്മുടെ മാർക്ക് ആന്റണി ഓർക്കുകയും പറയുകയും ചെയ്യുന്നു. ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ജസ്റ്റ് മീ. അപ്പൊ എന്താണ്? എന്റെ സുഹൃത്താണ്, ഫെയ്ത്ത്ഫുള്ളും വിശ്വസിക്കാവുന്നവനും എന്നോടൊപ്പം വളരെയധികം കൂടെ നിൽക്കുന്ന ട്രസ്റ്റ്വർത്തിയുമായിട്ടുള്ള ആളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ അല്ലെ, പ്രിയപ്പെട്ട സുഹൃത്താര് സീസർ. ബട്ട് ബ്രൂട്ടസ് സേസ്, പക്ഷേ ബ്രൂട്ടസ് പറഞ്ഞ എന്താണ്? ഹി വാസ് അംബീഷ്യസ്, അവൻ എന്താണ്? ഒരു അത്യാഗ്രഹിയായ മനുഷ്യനാണെന്ന് പറഞ്ഞു. ബട്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, പക്ഷേ ബ്രൂട്ടസ് പറഞ്ഞു അദ്ദേഹം ആരാണെന്ന്? ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. വീണ്ടും റെപ്പറ്റീഷൻ വരുന്നു, ദ ഓണറബിൾ അല്ലെ, ഓണറബിൾ എന്ന് വീണ്ടും റെപ്പറ്റ് ചെയ്ത് പറയുന്നതാണല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ലെ, എനിക്ക് സീസർ എങ്ങനെയുള്ളവനായിരുന്നു? ഹിസ് എ ട്രസ്റ്റ്വർത്തി മാൻ ആൻഡ് എ ഫെയ്ത്ത്ഫുൾ മാൻ ആൻഡ് ജസ്റ്റ് മീ അല്ലെ, എന്നോടൊപ്പം വളരെയധികം വളരെ കൈൻഡും അതുപോലെ തന്നെ ഫെയറും ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? സീസർ എന്ന് പറയുന്നത്. Again he contrasts this with Brutus' claim of ambition. ബ്രൂട്ടസ് ആദ്യമേ പറഞ്ഞ, ബ്രൂട്ടസിന്റെ സ്പീച്ചിൽ പറഞ്ഞ he is an ambitious man. ബ്രൂട്ടസ് പറഞ്ഞു എന്താണ്? Caesar is an ambitious man അല്ലേ. ഒരു ambitious man എന്ന് പറഞ്ഞതിനെ വീണ്ടും എടുത്ത് എടുക്കുകയാണ്? നമ്മുടെ മാർക്ക് ആന്റണി തന്റെ വാക്കുകൾ എടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ബ്രൂട്ടസ് പറയുകയാണ് സീസർ അംബീഷ്യസ് മാൻ എന്നും ബ്രൂട്ടസ് ഒരു എന്താണെന്നും ഓണറബിൾ മാൻ എന്നും പറഞ്ഞു എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് ആന്റണി സ്പീച്ച് പറയുന്നു. He had brought many captives home to Rome, whose ransom did the general Corfu fill. Did this in Caesar seems ambitious? ചോദിക്കുന്നു. നോക്കാം, Caesar brought back prisoners of war and their ransom money enriched Rome. അപ്പൊ എന്താണ്? സീസർ എന്ത് ചെയ്തു? ഈ പറയുന്ന കണക്ക് ആരെ കൊണ്ടുവന്നു? പ്രിസണേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിലെ ഈ പറയുന്ന രീതിയിൽ പ്രിസണേഴ്സിനെ, തടവുകാരെ കൊണ്ടുവന്നു. ആൻഡ് റാൻസം മണി എൻറിച്ച് റോം, അവരെ വിട്ടുകിട്ടാനുള്ള പണം ഉണ്ടാക്കൽ, പണം കാരണം നമുക്ക് എന്തുണ്ടാക്കാം? റോമിൽ ഒരുപാട് പണം അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ പൈസ ആർക്കുണ്ടാക്കാമായിരുന്നു? ഈ പറയുന്ന നമ്മുടെ ജൂലിയസ് സീസർ ഉണ്ടാക്കായിരുന്നു. ആന്റണി ക്വസ്റ്റ്യൻ, ഇഫ് ദിസ് ആക്ഷൻ ഷോസ് അംബിഷൻ ഈസ് യൂസിങ് ലോജിക് ടു അണ്ടർമൈൻസ് ബ്രൂട്ടസ് ക്ലെയിം. പൈസയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് രീതിയിൽ ഈ പറയുന്ന പെട്ടിക്കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് പെട്ടിക്കണക്കിന് പണം അദ്ദേഹത്തിന് ഉണ്ടാക്കായിരുന്നു. പക്ഷെ അയാൾ അങ്ങനെ ചെയ്തോ? ഇല്ല. ഈ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നതാണോ അയാൾ ചെയ്ത തെറ്റ്, അയാളുടെ അംബീഷൻ? Did this in Caesar seems ambitious? ഈ പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് സീസർ അംബീഷ്യസ് ആയിട്ടുള്ള പവറിന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദിക്കുകയാണ്. When that the poor have cried, പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ Caesar have wept. Ambition should be made of sterner stuff. Yet Brutus says he was ambitious and Brutus is an honorable man. വീണ്ടും പറയുന്നു നോക്ക്, ആന്റണി says സീസർ പാവപ്പെട്ടവരോട് എന്ത് കാണിച്ചു? കമ്പാഷൻ, അടുപ്പം, സ്നേഹം കാണിച്ചു. വിച്ച് ഡസൻ മാച്ച് ആൻ അംബീഷ്യസ്. ഈ പാവപ്പെട്ടവരോട് അടുപ്പം കാണിക്കുന്ന ഇയാൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർ കരയുമ്പോൾ കരയുന്ന ഈ മനുഷ്യൻ അംബീഷ്യസ് ആണെന്ന് പറയാൻ പറ്റൂ? ആൻഡ് കോൾഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ കഠിന ഹൃദയനാണെന്ന് പറയാൻ പറ്റൂ? അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ് അല്ലെ. അംബീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹിയായ ഒരാളുടെ അല്ലെങ്കിൽ ആഗ്രഹിയായ ഒരാളുടെ മനസ്സ് ഇതുപോലെ എന്താവുമോ? അലിയുമോ? അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമം കണ്ടാൽ കരച്ചിലുണ്ടാവുമോ? അല്ലെങ്കിൽ വെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമോ? ഒരു കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കില്ല അയാൾ. യെറ്റ് ബ്രൂട്ടസ് സേസ്, എന്നിട്ടും അയാൾ പറയുന്നു, എന്നിട്ടും ബ്രൂട്ടസ് പറയുകയാണ്, ബ്രൂട്ടസ് പറഞ്ഞു ഹി വാസ് അംബീഷ്യസ്. ദ സീസർ വാസ് അംബീഷ്യസ് എന്ന് പറഞ്ഞു. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. വീണ്ടും 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 റെപ്പറ്റ് ചെയ്ത് പറയുന്നു ഓണറബിൾ മാൻ, ഓണറബിൾ മാൻ, ഓണറബിൾ മാൻ എന്നല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാർ അല്ലെങ്കിൽ സിറ്റിസൺസിന് അല്ലെങ്കിൽ ആൾക്കാർ വ്യൂവേഴ്സിന് എന്തുണ്ടാക്കാൻ, അവരിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. എന്തിന് സീസറിനെ കൊന്നു? ആരാണ് ഇവിടുത്തെ കുഴപ്പം അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ ബാഡ് പേഴ്സൺ? ആരാണ് ഇവിടുത്തെ
പ്രശ്നക്കാരൻ എന്ന് കണ്ടെത്താൻ, ആരാണ് തെറ്റുകാരൻ എന്ന് ആൾക്കാരിൽ പറയാതെ ആൾക്കാരിൽ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി റിപ്പീറ്റ്സ് ദ സർക്കാസ്റ്റിക് റെസ്പെക്ട് ഫോർ ബ്രൂട്ടസ് അഗെയിൻ, അല്ലെ, വീണ്ടും ഒരു സർക്കാസം പോലെ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുകയാണ്. അതെ, ആ ബഹുമാന്യനായ ആദരണീയനായ മനുഷ്യൻ എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെ, എന്ന് വെച്ചാൽ പറയാണ് സീസറിനെ അംബീഷ്യസ് എന്നും ബ്രൂട്ടസിനെ എന്തുമായിട്ട് പറയുന്നു, ഒരു ഓണറബിൾ മെന്നുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഓണറബിൾ മെന്നാണ് പറയുന്നത്, അതെ, സീസറിനെ കൊന്ന ആ മനുഷ്യനാണ് പറയുന്നത് എന്താണ്, ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാൻ ആണെന്നും ഇതാണെന്ന് അംബീഷ്യസ് ആണെന്നും സീസറിന്റെ അംബീഷ്യസ് ആണെന്നും പറയുന്നു. നോക്കാം. യു ആൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ റിപ്രിക്കൽ I thrice presented him a kingly crown, which he did thrice refuse. Was this ambition? വീണ്ടും അദ്ദേഹം പറയുന്ന നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കുക. ഡ്യൂറിങ് ദ റുപ്രിക്കൽ ഫെസ്റ്റിവൽ, റുപ്രിക്കൽ മീൻസ് ഈ പറയുന്ന കണക്ക് ഒരു സെറമണിയാണ്, ഈ പറയുന്ന കണക്ക് ഒരു ക്രൈസ്റ്റ് സെറമണിയാണ്, അവിടെ ഒരു വിശേഷം, ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന ജൂലിയസ് സീസറിന്റെ ഫസ്റ്റ് ആക്ടിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ കിരീടം ഓഫർ ചെയ്യുകയാണെങ്കിൽ രാജാവാണോ, അങ്ങ് രാജാവാണോ, ഈ പറയുന്ന കണക്ക് പോംബെ എന്ന് പറയുന്ന ഒരു രാജാവിനെ തോപ്പിച്ചിട്ട് വരുന്ന സമയത്തുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ സീസറിന് ക്രൗൺ ഓഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന മാർക്ക് ആന്റണി ഓഫർ ചെയ്യുന്നു. അപ്പൊ നോക്കാം. ഡ്യൂറിംഗ് ദ റുപ്പിക്കൽ ഫെസ്റ്റിവൽ ആന്റണി പബ്ലിക്ലി ഓഫർ സീസർ എ ക്രൗൺ 3 times. 3 തവണ സീസറിന് ഓഫർ ചെയ്യുന്നു ക്രൗൺ, നിങ്ങൾ ഈ പറയുന്ന റോമ സാമ്രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കണമെന്ന് പറയുന്നു. ആൻഡ് സീസർ റിഫ്യൂസ്ഡ് ഇറ്റ് എവറി ടൈം. എല്ലാ തവണയും അത് പറഞ്ഞപ്പോഴൊക്കെ സീസർ വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അദ്ദേഹം റിഫ്യൂസ് ചെയ്തു. ഇഫ് ഹി വാസ് അംബീഷ്യസ് വൈ കുഡ് ഹി റിഫ്യൂസ് ദ ക്രൗൺ? അവർ അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നു എങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യാമായിരുന്നു, അത് അപ്പോഴേ എന്ത് വേണമെന്ന് പറഞ്ഞ് എടുക്കാമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു, 3 തവണയും അത് എന്ത് ചെയ്യപ്പെട്ടു, റിഫ്യൂസ് ചെയ്തു, അല്ലെ. അപ്പൊ അതാണ്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇവർ പറയുന്ന രീതിയിൽ അംബീഷ്യസ് മാനായി മാറുന്നതെന്ന് ആര് ചോദിക്കുകയാണ്, നമ്മുടെ ഈ പറയുന്ന മാർക്ക് ആന്റണി ചോദിക്കുക. Yet Brutus says he was ambitious and sure he is an honorable man. എന്നിട്ടും ആന്റണി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ആന്റണി റിപ്പീറ്റ്സ് ദ ലൈൻ വിത്ത് ഇൻക്രീസിംഗ് സർക്കാസം, ഒരു ഇൻക്രീസിംഗ് സർക്കാസത്തോടു കൂടി കളിയാക്കൽ രീതിയിൽ തന്നെ അയാൾ പറയാണ്. ഷോവിംഗ് ഡൗട്ട് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ലിസണേഴ്സ്. ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും, ഡൗട്ട് ഉണ്ട്. എന്തിനായിരിക്കും ആന്റണി ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് തെറ്റിയത്, ആരാണ് ഇവിടുത്തെ തെറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാവുകയാണ്. എക്സ്പ്ലനേഷൻ. ആന്റണി റിപ്പീറ്റ്സ് ദ ലൈൻ വിത്ത് ഇൻക്രീസിംഗ് സർക്കാസത്തോടു കൂടി സംസാരിക്കുന്നു. സോയിങ് ഡൗട്ട്, സോയിങ് വിതയ്ക്കുക, ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു, ഡൗട്ട് വിതച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ലിസണേഴ്സിന്റെ മനസ്സിലേക്ക് ഡൗട്ട് വിതറിക്കൊണ്ട് ചോദിക്കുന്നു. എന്താണ് പറയുന്നത്? സീസർ വാസ് അംബീഷ്യസ് ആൻഡ് ദ ഓൾ അല്ലെങ്കിൽ ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ അംബീഷ്യസ് ആണെന്ന് പറഞ്ഞ ബ്രൂട്ടസ് തന്നെയാണ്, ഒരു ഓണറബിൾ മാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ സർക്കാസ്റ്റിക് ആയ രീതിയിൽ അയാൾ എന്ത് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. വീണ്ടും നോക്കാം. ഐ സ്പീക്ക് നോട്ട് ടു ഡിസപ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, but here I speak what I do know. ഇപ്പൊ പറയുന്നു, ആന്റണി pretends he is not arguing against Brutus. ആന്റണി വീണ്ടും പറയുന്നു, ഞാൻ എനിക്ക് മുമ്പേ സംസാരിച്ച ഓണറബിൾ ബ്രൂട്ടസ് പറഞ്ഞതിനെതിരെ സംസാരിക്കുകയല്ല ഞാനിവിടെ, but only stating what he personally knows of Caesar. അല്ലെ, പുള്ളിക്കാരൻ പറയുന്നു, എനിക്ക് എന്താണ് സീസറിനെ കുറിച്ച് പേഴ്സണലായിട്ട്, എനിക്ക് വ്യക്തിപരമായി എന്താണ് സീസറിനെ കുറിച്ച് അറിയാവുന്നുള്ളത്, ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. This is a clever way to remain safe while turning the crowd. വളരെ സേഫ് ആയിട്ട് ബ്രൂട്ടസും കാസിയസും എല്ലാവരും അവിടെ ഉണ്ട്. ഇവൻ അവർക്കെതിരെ സംസാരിച്ചവൻ എന്ത് ചെയ്യും, തട്ടിക്കളയും. അപ്പൊ അവർക്കെതിരെ സംസാരിക്കാതെ ആൾക്കാരെ എന്ത് ചെയ്യാൻ വളരെ സേഫായ രീതിയിൽ ആരാണ് ഇവിടുത്തെ തെറ്റുകാർ, ആരാണ് കോൺസ്പിറേറ്റേഴ്സ്, ആരാണ് ഇവിടുത്തെ കള്ളം പറയുന്നത്, അവരെ ഈ പറയുന്ന വാക്കുകളുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള വേയിലൂടെ അവരെ ചിന്തിപ്പിച്ച് ആർക്കെതിരെ തിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂട്ടസിനും ആ കോൺസ്പിറേറ്റേഴ്സിനെതിരെ തിരിക്കാനായി ആര് നോക്കുകയാണ്, മാർക്ക് ആന്റണി നോക്കുക. You all did love him once, not without cause. What cause withhold you then to mourn for him? വീണ്ടും ചോദിക്കുകയാണ്, ജനങ്ങളോടാണ് ഇനി ചോദ്യം. He reminds the crowd that they once loved Caesar. പറയാണ്, you all did love him once. നിങ്ങൾ എല്ലാവരും സീസറിനെ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. Not without cause. യാതൊരു കാരണങ്ങളും ഇല്ലാതെ, ഒരു കാരണവും ഇല്ലാതെ അദ്ദേഹത്തെ അത്രയധികം ആരാധിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ ഈ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടെ വാഴ്ത്ത അല്ലെങ്കിൽ പ്രൈസ് ചെയ്തിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സീസർ.
വാട്ട് കോസ് വിത്തോൾസ് യു ദെൻ ടു മോൺ ഹിം? പിന്നെ എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്? എന്ത് കാര്യമാണ് ഈ പറയുന്ന മരിച്ചു കിടക്കുന്ന, അതാ ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ മോൺ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ തടയുന്നതെന്ന് അയാൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പബ്ലിക്കിനോട്, ലിസണേഴ്സിനോട് അയാൾ എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. ഓ ജഡ്ജ്മെന്റ്, thou art fled to brutish beasts, and men have lost their reason. വീണ്ടും നോക്കാം. Antony says reason and judgment have disappeared, and the people are now acting like animals and unable to think clearly. അല്ലെ, മനുഷ്യരിപ്പോൾ മൃഗങ്ങളെ പോലെയാണ്. അവർക്ക് കാരണം അറിയണ്ട, അവർക്ക് എന്താണ് ജഡ്ജ്മെന്റ് എന്ന് അറിയണ്ട. അവയെല്ലാം ഈ പറയുന്ന മനുഷ്യന്റെ കാരണങ്ങളും ജഡ്ജ്മെന്റും ഇതെല്ലാം മനുഷ്യരിൽ നിന്നും എല്ലാം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഡിസപ്പിയർ ആയിരിക്കുന്നു. ആൻഡ് പീപ്പിൾ ആർ നൗ ആക്ടിങ് ലൈക്ക് അനിമൽസ്. മനുഷ്യർ എന്തുപോലെ ആവുന്നു? മൃഗങ്ങളെ പോലെ ആവുന്നു. ആൻഡ് അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി. അവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളത് അറിയാൻ സാധിക്കാത്ത വണ്ണം അവരെന്ത് ചെയ്തിരിക്കുന്നു? മാറിപ്പോയിരിക്കുന്നു എന്ന് എന്ത് ചെയ്യാണ്? അവിടെ ബ്രൂട്ടസ് കളിയാക്കി. ഓ ജഡ്ജ്മെന്റ്, അതാണ് ഓ ജഡ്ജ്മെന്റ്, എന്ത് വിധിയാണിത്? ആർ ഫ്ലെഡ് ഓഫ് ബ്രൂട്ടിഷ് ബീസ്റ്റ്. അല്ലെ, മനുഷ്യർ എന്തായി പെരുമാറുന്നു? അനിമൽസിനെ പോലെ പെരുമാറുന്നു. അവർക്ക് അവരുടെ റീസൺസ്, അല്ലെ, കാരണങ്ങളും അവരുടെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയും ജഡ്ജിങ് കപ്പാസിറ്റിയും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ആരാണ് ശരി തെറ്റ് എന്നുള്ള ജഡ്ജിങ് കപ്പാസിറ്റി പോലും അവരിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? പറയാണ്. The subtle blames Brutus and the conspirators for confusing the public. എന്തിനാ പറയാണല്ലേ? ബ്രൂട്ടസിനെയും കോൺസ്പിറേറ്റേഴ്സിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെ, ഈ പറയുന്ന സീസറിനെ കൊന്ന ആൾക്കാർ വന്ന് സീസറിനെ കൊന്നത് നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ കോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ജഡ്ജിങ് കപ്പാസിറ്റി നിങ്ങൾക്കില്ലേ? റീസൺസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ എന്നുള്ള രീതിയിൽ ആരോട് ലിസണേഴ്സിന് ചോദിക്കുകയാണ്. ഈ കോൺസ്പിറേറ്റേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിച്ചില്ലേ? അതെന്തിനാണ്? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്തുപോലെ ആയിരിക്കുന്നു? എന്താ ഈ പറയുന്ന ജനത മനുഷ്യരല്ല, അവര് ചിന്തിക്കാൻ പോലും ജഡ്ജ്മെന്റിന് പോലും കഴിവില്ലാത്ത മൃഗങ്ങളായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ആര്? നമ്മുടെ മാർക്ക് ആന്റണി ചോദിക്കുന്നു. Bear with me, my heart is in the coffin there with Caesar, and I must pause till it come back to me. നോക്ക, വീണ്ടും പറയുന്നു. Overwhelmed with emotion, Antony says his heart is buried with Caesar. അല്ലെ, വളരെ ഇമോഷണൽ ആയിട്ട്, വളരെ മീൻസ് ഇനി പെട്ടെന്ന് ടോൺ മാറ്റുകയാണ്. അദ്ദേഹം വളരെ ദുഃഖിതനാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ പറയുന്ന സീസർ മരിച്ചതിൽ അദ്ദേഹത്തിന് അത്രത്തോളം സങ്കടമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്. ഓവർവെൽംഡ് വിത്ത് ഇമോഷൻ, വളരെയധികം ഇമോഷണൽ അയാൾ പറയുന്നു. ആന്റണി സേസ് ഹിസ് ഹാർട്ട് ഈസ് ബuried with Caesar. എൻ്റെ ഹൃദയം ആരോടൊപ്പം ഈ മരണപ്പെട്ടിരിക്കുന്നു? എൻ്റെ പ്രിയ ഉറ്റ സുഹൃത്തായ ഈ സീസറിനോടൊപ്പം എൻ്റെ ഹൃദയവും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹൃദയം എന്ത് ചെയ്യപ്പെടുന്നു? ബ്രീഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. He composes to create a dramatic moment and to give him time for the audience to reflect and become emotional too. പെട്ടെന്ന് അത് പതുക്കെ അയാൾ നിർത്തുകയാണ്. ഞാൻ അദ്ദേഹം പറയുന്നത്, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിപ്പോൾ ഈ പറയുന്ന മുറിവേറ്റ് കിടക്കുന്ന, ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടൊപ്പം ആയിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ അവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള സ്പീച്ച് കേട്ടിട്ട് കേൾക്കുന്ന ലിസണേഴ്സിന് എന്ത് ചെയ്യാനുള്ള സമയമാണ്? ചിന്തിക്കാൻ. എന്തിനിവൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള ചിന്തിക്കാനുള്ള സമയം അവിടെ കൊടുക്കുന്നു. സോ ഒരു ഡ്രാമാറ്റിക്കൽ ആയ ഒരു പോസ് എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെ, അത് സ്വയം ക്രിയേറ്റ് ചെയ്യുകയും അതവിടെ ആൾക്കാരിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അത് മാറ്റുകയും ചെയ്യാനായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വളരെ ഇമോഷണൽ ആയിട്ട് അവിടെ പറയുകയാണ്. അപ്പോൾ വളരെ ഇമോഷണൽ ആയ ഒരു സ്പീച്ച്, അല്ലെ, മാർക്ക് ആന്റണി നടത്തുന്ന ആ ഒരു ഇമോഷണൽ സ്പീച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോന്നും വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ ഓരോ എക്സ്പ്ലനേഷൻ നോക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഒന്നും കൂടെ നോക്കുക. ഇതിൻ്റെ അകത്തുള്ള ലിറ്റററി ഡിവൈസസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഓരോ ലൈൻ. ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഐറണിയാണ്. ഒരു വെർബൽ ഐറണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഐറണി ആയിട്ട് പറയാണ്. സെർ റിപ്പീറ്റഡ്ലി ബട്ട് സർക്കാസ്റ്റിക്കലി ടു സജസ്റ്റ് ദ ഓപ്പോസിറ്റ്. അല്ലെ, ഓപ്പോസിറ്റ് ഉള്ള ആളെ എന്ത് ചെയ്യാൻ? കളിയാക്കി പറയാൻ ാണ്. അല്ലെ, ബ്രൂട്ടസ് ഓണറബിൾ ആണോ? അല്ല. അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെ കൊന്നു? സീസറിനെ കൊന്നു, അല്ലെ, പവറിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവർ പറയാണ് ജന നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോമിന്റെ സിറ്റിസൺസിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊന്നതെന്ന്. അവരെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് ബ്രൂട്ടസ് ഈസ് എ ഓണറബിൾ മാൻ എന്നുള്ള രീതിയിൽ. ഐറണിയാണ്. നോക്കി വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ആൻഡ് അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ് ആൻഡ് ദിസ് ഇസ് ആണ്. ഓക്കെ, കോൺട്രാസ്റ്റ് ചെയ്യാണ്, അല്ലെ, എന്താണ് ഈ പറയുന്ന കോൺട്രാസ്റ്റ് സീസർ സോഫ്റ്റ്നെസ് വിത്ത് ദ ഹാർഡ്നെസ് എക്സ്പെക്റ്റഡ് ഓഫ് അംബിഷൻ. അല്ലെ, സീസറിന്റെ ആ സോഫ്റ്റ് ക്യാരക്ടർ മറ്റൊരു പറയുന്ന കണക്കല്ല എന്നുള്ള രീതിയിൽ, ഒരു കല്ല് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള മനസ്സായിട്ടല്ല എന്ന് കാണും. മീൻസ് ഇപ്പം ചിലപ്പോൾ അദ്ദേഹം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശക്തനായ ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം പാവപ്പെട്ടവരുടെയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ മനസ്സറിയുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. Then അടുത്ത നോക്ക്. ഓ ജഡ്ജ്മെന്റ്, ദോ ആർട്ട് ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്.
പെർസോണിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. നോക്കാം, ജഡ്ജ്മെന്റ് ഈസ് ഗിവൺ ഹ്യൂമൻ ക്വാളിറ്റീസ് ബീസ് റെപ്രസെന്റ് ഇറാഷണാലിറ്റി, അല്ലെ? ഒരു ജഡ്ജ്മെന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന വിധിയെ എന്തുപോലെ മനുഷ്യന്റെ വിധിയായിട്ട് എന്താണ് പറയുന്നത്? മനുഷ്യനെ അല്ലെങ്കിൽ അനിമൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്, അല്ലെ? ഒരു അനിമൽസിന്റെ രീതിയിൽ ബീസ്റ്റ് ലൈക്ക് നേച്ചർ ആയിട്ട് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് എ പെർസോണിഫിക്കേഷൻ, എക്സാമ്പിൾ ഓഫ് എ പെർസോണിഫിക്കേഷൻ. Then here is a metaphor ഉണ്ട് നോക്കാം. My heart is in the coffin here with Caesar, അല്ലെ? ഷോസ് his deep grief, അല്ലെങ്കിൽ ഡീപ് ഗ്രീഫ്, അല്ലെ? തന്റെ ആഴത്തിലുള്ള വിഷമം, സങ്കടത്തെ ഇവിടെ അദ്ദേഹം ചെയ്യുന്നു, കാണിക്കുന്നു. His heart symbolically lies with the dead of Caesar, അല്ലെ? അദ്ദേഹത്തിന്റെ മനസ്സിപ്പോൾ എന്താണ്? സിംബോളിക്കലി അദ്ദേഹത്തിന്റെ മനസ്സ് മരിച്ചു പോയതാണോ? അല്ല, മീൻസ് അദ്ദേഹത്തിന്റെ ഹൃദയം എത്രത്തോളം വിഷമത്തിലാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഈ വരികൾ അവിടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് സ്പീച്ചിന്റെ ഒരു പാർട്ട്, ജൂലിയസ് സീസറിന്റെ ഒരു പാർട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഈ വീഡിയോസ് കാണുക. തുടർന്നും സെക്കൻഡ് യൂണിറ്റിന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു തുടങ്ങും. സ്കൂളിൽ പോർഷൻസ് ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ കാണുക. ചാപ്റ്റർ റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുക. താങ്ക് യു.